ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. മൂന്നാറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയാവുന്നു. 4 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. മൂന്നാറിൽ റഷാണെന്നാണ് അറിഞ്ഞത്. എന്തായാലും നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നു. ബാക്കി വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. ഞങ്ങൾ 3:45 ഇറങ്ങി. ഇപ്പോൾ ഏകദേശം 5 മണിയായി. പടനിലം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു. ആദ്യം എരുമേലി കയറിയില്ല. മണിമല മുൻകുന്നം പോകുന്ന റൂട്ടാണിത്. മൂവാറ്റുപുഴ ഹൈവേ. ബ്ലോക്കിലൊന്നും പെടാതെ നേരത്തെ ചെല്ലാനുള്ള ഒരു ശ്രമത്തിലാണ്. നോക്കട്ടെ എങ്ങനെയാണ് നടക്കുന്നത് അറിയില്ല. ഇതുവരെ റഷൊന്നുമില്ല. രാവിലെ വലിയ റഷൊന്നും റോഡിലില്ല. ഇങ്ങോട്ട് നോക്ക്. ഗായ്സ്, ഹലോ ഗായ്സ്. അതെ, ഫുഡില്ലാത്ത വഴികളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഫുഡില്ലെങ്കിലും വണ്ടിക്ക് ഡീസൽ അടിച്ചല്ലോ. അത് മതി. അവരെന്തോ പണിയെടുക്കുക. ഞങ്ങളങ്ങനെ പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടുന്ന് വണ്ടിക്ക് ഡീസൽ അടിച്ചു. അത് കഴിഞ്ഞിങ്ങനെ ഊന്നുകൽ വഴി പൊയ്ക്കൊണ്ടിരിക്കുക. ഇനിയൊരു 10-70 കിലോമീറ്റർ കൂടെ ദൂരമുണ്ട്. റോഡ് പണി നടക്കുന്നതിനാൽ മെയിൻ ഹൈവേ ബ്ലോക്കഡാണ്. വേറെ ഒരു വഴി കൂടിയാണ് പോകുന്നത്. രണ്ട് ആന വണ്ടിയുടെ സൈഡ് പോയോ? ഭാഗ്യം. വെൽക്കം ടു അടിമാലി സെക്ഷനിലൂടെ നമ്മൾ കയറി. ഇടുക്കി ജില്ലയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാഴ്ചകളായിരിക്കാം. മഴ ഇല്ലെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാം. നല്ല അടിപൊളി റോഡാണ്. നല്ല ക്ലൈമറ്റാണ്. ആനത്താര
ഗൈസ് അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ചീയപ്പാറ വാട്ടർഫോൾസ് കാണാം. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ യാത്രയിലെ ഒരു കാഴ്ചയല്ലേ. അങ്ങനെ ഞങ്ങളിപ്പോൾ നിയർ അടിമാലി അടുത്തെത്താറായി. നല്ല മഴ ചാറുന്നുണ്ട്. ഞങ്ങളിവിടെ ബാക്കിൽ ശരവണ ഭവൻ റെസ്റ്റോറൻറ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമുക്ക് നോക്കാം ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് അടിപൊളി വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജെറിൻ, മെറിൻ, ഹന്ന, ജോജോ. രാവിലെ എല്ലാവരും അത് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ഇവിടെ എത്താനുള്ളൊരു ധൃതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് ഹോട്ടലിലോട്ട് കയറാം. ചെറുനാകെ ക്ഷീണിച്ചു യാത്ര കഴിഞ്ഞു. പറഞ്ഞപ്പോൾ ചാടി ക്ഷീണിച്ചില്ല. എനിക്കറിയാം. ഒരാളിരിക്കുന്നു ഭയങ്കര ചില്ല ഇത് മാത്രം ചില്ലിട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ഒനിയൻ ഉത്തപ്പം പറഞ്ഞു, നെയ് റോസ്റ്റ് പറഞ്ഞു, മസാല ദോശ പറഞ്ഞു, ഒരു പൂരി സെറ്റ്. ഈ പൂരി സെറ്റും പൂരി മസാല വേറെ. എന്താ കയ്യിൽ നിന്ന് പോയി. എന്തായാലും ഫുഡ് വരട്ടെ. ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അങ്ങനെ ഫുഡ് എത്തിയിരിക്കുകയാണ്. എന്തുപാടേ നമ്മുടെ ഈജിപ്തിലെ വിസാ ഗോപുരമല്ല, ഈജിപ്തിലെ പിരമിഡിൻ്റെ കൂട്ടിരിക്കുന്നു. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. 2 കൂടെ വരാനുണ്ട്. അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. 3 കൊല്ലത്തെ ഈഫിൾ ടവർ അതാണ്. അന്ന അടി തുടങ്ങി, ഫുഡ് അടിക്കാൻ തുടങ്ങിയോ? അങ്ങനെ ഐറ്റം വന്നു ഗായ്സ്. എങ്ങനെ കുഴപ്പമില്ല. ഒരു ഐറ്റം കൂടെ വരാം. അത് നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? അത് എന്തോ ഊത്തപ്പം, ഓനിയൻ ഊത്തപ്പമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എങ്ങനെ ഉണ്ടെന്നുള്ളത് വരുമ്പോൾ അറിയാം. ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വിൽ ബി. അങ്ങനെ പൂരിയും ചട്നിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ജോജോയ്ക്ക്. എന്താണ് ജോജോയുടെ അഭിപ്രായം? എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല സൂപ്പറാണ്, ക്രിസ്പിയാണ്. കഴിച്ചില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്തില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാലും എനിക്കൂടി കിട്ടാറുണ്ട്. നമ്മൾ ഓണിയൻ ഉത്തപ്പമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് അത് എങ്ങനെയുണ്ടോ നോക്കാം. അതാണ് ഓണിയൻ ഉത്തപ്പം. ഇങ്ങനെ ഉണ്ടല്ലോ. നല്ല ചൂടാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഉത്തപ്പം കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി കഴിച്ചിട്ട് പിന്നെ കാണാം. എങ്ങനെയുണ്ടായിരുന്നു കിട്ടിയ ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. ഉത്തപ്പം നല്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതുകൊണ്ട് 2ാമത് നിങ്ങൾ ഓർഡർ ചെയ്തു. ഒന്നുകൂടെ കഴിച്ചേ. ഇത് വേറെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഉത്തപ്പം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ വാങ്ങിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇങ്ങോട്ടാ 1 മണിക്കൂറുകൂടെ യാത്രയുണ്ടല്ലേ. അടിമാലി എത്തിയിട്ടുണ്ട്. ഇപ്പം മൂന്നാറിലേക്ക് ഇനി ഏകദേശം 1 മണിക്കൂടെ കാണും. ട്രാഫിക് ഉണ്ടോയെന്നറിയില്ല, ബ്ലോക്ക് ഉണ്ടോയെന്നറിയില്ല. എന്നാലും നമുക്ക് ബാക്കി വഴിയിലെ കാഴ്ചകളും കണ്ടിട്ട് പോകാം. പാട്ട് കുറയ്ക്കണം. പാട്ട് നമുക്ക് പിന്നെ കയറ്റിയാൽ മതി. അത് വേണമെന്നില്ലല്ലോ.
അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ 15 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. മഴയുണ്ടായിരുന്നു, അതിപ്പം ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അതാ ഈ വഴികളിലൂടെ ഇങ്ങനെ പോവുകയാണ്. നല്ല കോടയുണ്ട്. എന്ത് തോന്നുന്നു ജോജോ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ഇതുവരെയുള്ള ട്രിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഭയങ്കര നൈസായിട്ടുള്ളൊരു യാത്ര. ചേർന്നോ? എനിക്ക് കോട എന്ന് മൊത്തത്തിൽ ആസ്വദിക്കണം. അതുകൊണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. കോട മുഴുവനായിട്ട് ആസ്വദിക്കണം. അതെ അതെ. ഒറ്റയ്ക്ക് ആസ്വദിച്ച് തീർക്കാനുള്ള പരിപാടിയാ? പിന്നെ അല്ല, ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ വന്നത്? കൊള്ളാം. മഴ പെയ്യുന്ന കാര്യമാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നല്ല രസമുണ്ട്. സൈഡൊക്കെ നല്ല നല്ല മഞ്ഞ. വെള്ളച്ചാട്ടമാണോ? നിങ്ങളിത് കാണുന്നുണ്ടോ? നിങ്ങളിത് കാണുക. അങ്ങനെ നമ്മൾ മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. ഓഡിയോ ക്ലിയർ ആണെന്ന് കരുതുന്നു. വണ്ടികളുടെയൊക്കെ നല്ല ശബ്ദമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ്. വാവ്, മനോഹരമായ കാഴ്ച അല്ലേ? ഒരുപാട് ആളുകളുണ്ട് ഇത് കാണാനായിട്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. എനിക്ക് ഊട്ടി കൊടൈക്കനാലൊക്കെ ഈ പാസ് ഏർപ്പെടുത്തിയതുകൊണ്ട് നല്ല ആളുകൾ ഇവിടേക്ക് മൂന്നാറിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. നല്ല മനോഹരമായ രീതി. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലെത്തി. ഇവിടുന്ന് ഇപ്പം നമ്മുടെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെയാണ് റൂമിൻ്റെ സ്റ്റേ മറ്റേ കാര്യങ്ങളൊക്കെ നോക്കാം. അത് പുറകിൽ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ആരോ വിളിച്ചതാണ്. അപ്പം എന്തായാലും നമ്മൾ റൂമിലെത്തി. ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ കോട്ടേജ്. ഗോകുലം കോട്ടേജാണ്. നമുക്ക് ഈ വീട്ടിനകത്തൊന്ന് കയറി നോക്കാം. നല്ലൊരു ഇതാണ്. ഒരു എന്താ പറയുക, റെൻറ്റിന് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായ മുറികളാണ്. കണ്ടില്ലേ എൻട്രൻസ്. ആൻഡ് ദെൻ ഇവിടെ ഒരു മുറിയുണ്ട്. ഈ മുറിയിൽ എല്ലാവരും ഇവിടെ ഇങ്ങനെ സ്റ്റേ ആണ് ഇപ്പം. അതെ, ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. ടി വി ഒക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ ഉണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. നല്ല വിശാലമായ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വീട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് താമസിക്കാൻ. അതെ അതെ, ബാക്കി പറയട്ടെ. ഇവിടെ ഒരു ഡൈനിങ്, സോറി, ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെയും ടി വി ഉണ്ട്. ഇല്ല, അതുകൊണ്ട് ബെഡുണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് എല്ലാം വിശാലമായ ടോയ്ലറ്റ്. അയ്യോ സോറി, ഇരുട്ടാണ്. എനിവേ കൊള്ളാം. സ്റ്റേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു.
ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കണം. ഇവിടെ ഫുഡ് വേണമെങ്കിൽ വെച്ച് കഴിക്കാം, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് തരും, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി വാങ്ങിച്ച് കഴിക്കാതെ പുറത്ത് പോയി കഴിക്കാം. ഇവിടെ വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം എക്സ്ട്രാ ഉണ്ട്. ഇവിടെ പുറത്തേക്കുള്ള വഴിയാണ്. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഓൾറെഡി റെൻറ്റിന് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു കമ്മിങ് ടു മൂന്നാർ, കോൺടാക്ട് ഗോകുലം കോട്ടേജ്. നമ്മുടെ കിച്ചൺ ഇത് രണ്ടും ഇവിടുത്തെ ആൾക്കാരാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫുഡ് വെച്ച് കഴിക്കാം. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇവിടെ നമ്പർ ഉണ്ടോ നോക്കട്ടെ, ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് അതുണ്ടെങ്കിൽ അത് ബോർഡിൽ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. നോക്കട്ടെ, ആ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ മാഞ്ഞു പോയി. എനിവേ അത് ഇത് അല്ല, ഇത് പറയാം. റൂം അവൈലബിൾ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നവർക്ക് ടൗണിൽ തന്നെയാണ് ഗോകുലം കോട്ടേജ് നോക്കിയാൽ അത് നല്ലൊരു സ്റ്റേ ആണ്. ടൗൺ വളരെ അടുത്ത് തന്നെയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ബാക്കി പരിപാടികൾ പിന്നെ കാണാം.